നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് എടുത്താൽ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അല്ല എങ്കിൽ നമ്മൾ പറയാറുണ്ട് 40% മിനിമം വിൻ റേഷ്യോ കിട്ടുന്ന ഒരാൾ 1:2 റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരിക്കുന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവനും പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് വലിയൊരവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് 40 നിന്ന് ഉയർന്നിട്ട് നമ്മുടെ കഴിഞ്ഞ മാസം മുതൽ നമ്മളുടെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് 50% മുകളിലേക്ക് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നതിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഇല്ലെങ്കിൽ സൈക്കോളജിക്കൽ എബിലിറ്റിയുടെ ഭാഗമായിട്ട് ഇന്ന് ട്രേഡൊന്നും തന്നെ ചെയ്യേണ്ട എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, പലരും ട്രേഡിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ട്രേഡ് ചെയ്യാനുള്ളൊരു വ്യഗ്രത കൊണ്ട് ആ ഒരു ത്വര മനസ്സിൽ ഭയങ്കരമായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു ദിവസം 1 ട്രേഡ് എടുക്കും, 2 ട്രേഡ് എടുക്കും, 5 ട്രേഡ് എടുക്കും, 10 ട്രേഡ് എടുക്കും. 10ഉം 15ഉം ട്രേഡ് എടുത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. മനസ്സ് നമ്മളെ കൊണ്ട് അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന വലിയ ലോസുകളാണ്. ഇനി കുറേ അധികം ട്രേഡുകൾ നമ്മൾ ലോസിൽ പോയിട്ടില്ല എങ്കിൽ പോലും പ്രോഫിറ്റിലേക്ക്, അതായത് നമ്മൾ എടുത്ത ട്രേഡ് കുറച്ച് ലോസിലേക്ക് പോയി അതിനുശേഷം പ്രോഫിറ്റിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ ബ്രേക്ക് ഈവനോ ഇല്ലെങ്കിൽ ജസ്റ്റ് എൻട്രി പോയിൻറ്റിന് മുകളിലോ എക്സിറ്റ് ചെയ്ത് മാറാറുണ്ട്. അങ്ങനെ കൂടുതൽ ട്രേഡ് എടുക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമ്മുടെ P&L ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ലോസിനേക്കാൾ കൂടുതൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ പലപ്പോഴും ചാർജസ് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ലോസ്, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ലോസ് എടുക്കുന്നതിലെ പേടി കാരണം സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുന്നേ തന്നെ ട്രേഡ് എക്സിറ്റ് ചെയ്യും. പലപ്പോഴും ആ ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതിനുള്ള ക്ഷമയില്ല, ധൈര്യമില്ല. സോ ദാറ്റ് നമ്മൾ ആ ട്രേഡ് ഇടയ്ക്ക് വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുന്നു. അപ്പോൾ ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ടാർഗറ്റ് അടിക്കാനും നമ്മൾ സമ്മതിക്കില്ല, സ്റ്റോപ്പ് ലോസ് അടിക്കാനും നമ്മൾ സമ്മതിക്കില്ല. പലപ്പോഴും എക്സിറ്റുകൾ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ മാനുവൽ എക്സിറ്റ് എടുത്ത് പോകും, സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സമ്മതിക്കത്തില്ല. ആ ട്രേഡ് ആക്ച്വലി ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടാവാം, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്ത് പോയി. എന്നിട്ട് വീണ്ടും ട്രേഡ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഓവർ ട്രേഡിങ് വരുമ്പോൾ നെറ്റ് കണക്ക് കൂട്ടുമ്പോൾ ലോസുകൾ വളരെ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റുകൾ എടുക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് എന്താണോ അതെടുക്കാതെ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിറങ്ങുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നെറ്റ് റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ലോസിനേക്കാൾ കൂടുതൽ ട്രേഡിങ്ങിനുള്ള ചാർജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓവർ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അതിനെ നമ്മൾ മറികടന്നു. മറ്റൊന്നുമില്ല, ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കട്ടെ അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കട്ടെ എന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ, അതായത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് ഇടുന്നു, സ്റ്റോപ്പ് ലോസ് ഇടുന്നു. പിന്നീട് നമ്മൾ ആ ട്രേഡിൽ ഇടപെടുന്നില്ല. മാർക്കറ്റ് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ, ഞാനായിട്ടൊരു തീരുമാനം എടുക്കുന്നില്ല. ഇനി മാർക്കറ്റ് ഒരു തീരുമാനവും എടുക്കുന്നില്ലെങ്കിൽ 3 മണിയാകുമ്പോൾ പ്രോഫിറ്റിലായാലും ലോസിലായാലും എക്സിറ്റ് എടുക്കുന്നു. ഈ റൂള് നമ്മൾ പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 1:2 വെച്ചിട്ട് 40% കിട്ടിയാൽ നമ്മൾ പ്രോഫിറ്റിൽ വരും എന്നത് നമ്മുടെ ലൈഫിൽ നമ്മളത് അനുഭവിച്ചറിയാൻ തുടങ്ങിയത്. ഈ രീതിയിൽ എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഫിക്സ് ചെയ്ത് നമ്മൾ മാനുവൽ എക്സിറ്റ് എടുക്കാതെ ആയതിന് ശേഷമാണ്. അപ്പോൾ അത് ആദ്യത്തെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ആയിരുന്നു. പക്ഷേ ആ ചെറിയ ചേഞ്ച് നമുക്ക് ട്രേഡിങ്ങിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുക എന്നൊരു തീരുമാനത്തിലാണ്. അപ്പോൾ ട്രേഡ് എടുക്കാതിരിക്കാനും അല്ലെങ്കിൽ ഓവർ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പരിശീലിച്ച് നോക്കാൻ പറ്റുന്നൊരു മെത്തേഡാണത്. ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുന്നു, പിന്നീട് നോക്കിയിരിക്കുന്നു. ട്രേഡ് എടുക്കണമെന്ന് തോന്നിയാൽ പോലും ട്രേഡ് എടുക്കാതിരിക്കുക. പലപ്പോഴും നിങ്ങളുണ്ടാക്കുന്ന ലോസുകളല്ല, മറിച്ച് ഓവർ ട്രേഡിംഗ് ആണ് നിങ്ങളെ
അൾട്ടിമേറ്റ് ലോസിലേക്ക് എത്തിക്കുന്നത്. സോ ദാറ്റ് ഓവർ ട്രേഡിംഗ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഒരു ദിവസം ഒരു ട്രേഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് പൊട്ടിച്ച് കളയാതിരിക്കാൻ പറ്റും. അതല്ല, നമ്മൾ ഓവർ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന എൻ്റയർ മണി വൈപ്പ് ഔട്ടായി പോകാനുള്ളതേ ഉള്ളൂ. സോ ദാറ്റ് ഫസ്റ്റ് ഡിസിപ്ലിൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് എന്ന അളവിലേക്ക് നമ്മൾ മാറുക. ഇനി ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളെ കൊണ്ടത് പറ്റുന്നുണ്ടോ എന്ന്. അങ്ങനെ പറ്റിയാൽ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് ഒരു വിജയിയുടെ മാനസികാവസ്ഥയിലേക്ക് മാറാൻ പറ്റും. നമ്മൾ പ്രാക്ടീസിലൂടെയാണ് എല്ലാം ശീലിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ട്രേഡ് എടുക്കുന്നില്ല. എന്നാൽ ലൈവ് ട്രേഡിൽ നമ്മൾ റെക്കോർഡിംഗ് നടത്തുന്നുണ്ടാവും. നമ്മളുടെ സ്റ്റോക്കുകളിൽ നമ്മൾ ഇന്നലെ തന്നെ ഓർഡർ ബ്ലോക്കുകൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും ഈ വീഡിയോയിൽ. ഒപ്പം ലൈവിൽ എവിടെയാണോ ഓപ്പൺ ചെയ്യുന്നത് അതിന് ശേഷം എവിടെ നിന്ന് എങ്ങോട്ടേക്ക് എൻട്രി എടുക്കണം, അങ്ങനെ നമ്മളുടെ ഈ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇപ്പോൾ ഉള്ളത് 3, 2, 5 സ്റ്റോക്കുകളാണ്. ഈ 5 സ്റ്റോക്കുകളിൽ നമ്മൾ എൻട്രി എക്സിറ്റ് അടയാളപ്പെടുത്തുന്നുണ്ടാകും. അതിൽ എത്ര എണ്ണം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു, എത്ര എണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു, അത് നമ്മളൊന്നൊന്ന് നോക്കുന്നുണ്ടാകും. ഒപ്പം തന്നെ ഓർഡർ ബ്ലോക്കുകൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് കൃത്യമായി കണ്ടെത്തുന്നത്, അടയാളപ്പെടുത്തുന്നത്? തെറ്റൊക്കെ സംഭവിക്കാം, കുഴപ്പമില്ല. പലതവണ നമ്മൾ അത് കണ്ടെത്തി അടയാളപ്പെടുത്താൻ തുടങ്ങുമ്പോൾ പതുക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളത് കറക്റ്റ് ആയിക്കോളും. അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതും അതുപോലെ തെറ്റുകളിലൂടെ നമ്മൾ പഠിച്ച് മുന്നേറി നമ്മൾ വിജയത്തിലേക്ക് എത്തും. അപ്പോൾ അതിനുള്ളൊരു പ്രാക്ടീസായിട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിഫ്റ്റി 50 ഇന്നലെ ക്ലോസ് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്നത്. നിഫ്റ്റി 50യിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ആക്ച്വലി പറഞ്ഞാൽ ഇന്നലത്തെ ഓർഡർ ബ്ലോക്കാണ്. നിങ്ങൾക്കതിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ റെഡ് ക്യാൻഡിൽ വെച്ചു, അതിനുശേഷം വലിയൊരു മൂവ് വൺ സൈഡഡ് ആയിട്ട് തന്നു. അവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ അത് തന്നെ ഇന്നത്തെയും ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. കാരണം ഇന്നലെ താഴത്തെ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഇടിച്ചു റിവേഴ്സായി, വീണ്ടും താഴത്തെ ഓർഡർ ബ്ലോക്കിൽ സപ്പോർട്ട് എടുത്തു. അതിനുശേഷം വീണ്ടും വന്ന് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇന്ന് ഈ ഓർഡർ ബ്ലോക്ക് സപ്പോർട്ടായി വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുകളിലേക്കും, അതല്ല ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെയും പോകാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതേപോലെ നമ്മുടെ ഇന്നത്തെ ഓരോ സ്റ്റോക്കുകളിലും എന്ത് സംഭവിക്കുന്നു എന്നതും കൂടെ നമുക്കിന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാർക്കറ്റ് നമ്മൾ കണ്ടു പ്രൊഫൈൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടത് എന്നത് നമുക്കറിയാവുന്ന രീതിയിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക. അതിനനുസരിച്ചിട്ട് ഓരോ വീഡിയോയിലും കമൻറ്റിൽ നമ്മൾ മറുപടി തരുന്നില്ല എങ്കിൽ പോലും പിന്നീട് വരുന്ന വീഡിയോയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് മറുപടികൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ONGC സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 252 രൂപ. ഇന്നലെ ക്ലോസ് ചെയ്ത അതേ പ്രൈസിൽ തന്നെയാണ് ONGC ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. BPCL നോക്കിക്കഴിഞ്ഞാൽ 259 രൂപ 90 പൈസ. BPCLൻ്റെ ചാർട്ടിലേക്ക് പോവാം. 259.90 എന്ന് പറയുമ്പോൾ അത് ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിലാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് അത് നമുക്ക് കാണാം. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടെ D ടൈപ്പ് പ്രൊഫൈലാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് D എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. ഈ D ടൈപ്പ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഇതാണ്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിനെ ചാർട്ടിലേക്ക് ഒന്ന് ഡ്രോ ചെയ്യുവാണ്. മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ ചാർട്ടിൽ ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് കണ്ടു ഇവിടെ ഒരു ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ Dയുടെ ഒരു ഷേപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നോക്കട്ടെ, ഞാനൊന്ന് വരച്ച് കാണിക്കാൻ ശ്രമിക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ D ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു D ആണ് നമ്മളിവിടെ D പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ,
അപ്പോൾ ഈ ഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനും റിവേഴ്സ് ആകാനും ഉള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ഓർഡർ ബ്ലോക്ക് എവിടെയാണോ ഹിറ്റ് ചെയ്യുന്നത് അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. കാരണം എങ്ങോട്ട് വേണമെങ്കിലും അത് തിരിയാവുന്നതാണ്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഇന്നത്തെ ഈ 5 സ്റ്റോക്കുകളിലും എൻട്രി എക്സിറ്റും നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ബൈ എടുക്കുന്നതായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുകയാണ്. ഇവിടുന്ന് റിവേഴ്സ് ആകുന്നു എന്ന് നമ്മൾ കണക്കൂട്ടുകയാണ്. അപ്പോൾ 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മൗസ് കുറച്ച് എറർ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ BPCL നമുക്ക് കാണാം ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു. അവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നതായിട്ട് നമ്മളങ്ങ് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് മുകളിൽ പോയി ഹിറ്റ് ചെയ്യുന്ന കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാകും. അപ്പോൾ റിസ്ക് റിവാർഡ് 2 എബോ അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്കുകൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അടയാളം. നമ്മളിപ്പോൾ കാണുന്നത് ONGCയുടെ ചാർട്ടാണ്. ഇവിടെ നമ്മൾ P പ്രൊഫൈലാണ് ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. P എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ബുള്ളിഷ് മാർക്കറ്റ് പ്രൊഫൈലാണ്. അപ്പോൾ P എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഫോർമേഷൻ ആയിരിക്കും അത് നടത്തിയിട്ടുണ്ടാകുക. അത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതനുസരിച്ചിട്ട് ഇവിടെ എവിടുന്ന് ഓർഡർ എടുക്കണം എന്നതിനെ പറ്റി ഒന്ന് കണക്ക് കൂട്ടാം. അപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് ഓർഡർ എടുത്തായിട്ട് കണക്ക് കൂട്ടാം. അതല്ല ഇത് താഴെ വന്ന് വീണ്ടും ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴ്ന്നു അപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് വരുന്നു. സോ ദാറ്റ് നമുക്ക് അവിടെ നിന്ന് എടുത്തായിട്ട് കണക്ക് കൂട്ടാവുന്നതാണ്. പോയിൻറ്റ് 5% സ്റ്റോപ്പ് ലോസ് വെക്കാനാണെങ്കിൽ കുറച്ചും കൂടെ താഴത്തേക്ക് നമുക്ക് സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് 0.5% സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ഇനി ടാർഗറ്റായിട്ട് നമുക്ക് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ വരെ നോക്കിക്കഴിഞ്ഞാൽ 2.2 ഉണ്ട്. അപ്പോൾ റിസ്ക് റിവാർഡ് 2. ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പവർ ഗ്രിഡിൻ്റെ ചാർട്ടാണ്. നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ മൂവാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ക്യാൻഡിൽ കണ്ടല്ലോ, ഈ ഭാഗത്തുനിന്ന് താഴത്തേക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഫുൾ ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ഇനി വർക്ക് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് ഓർഡർ എടുക്കണമെങ്കിൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മുകളിലേക്കാണ് എടുക്കാൻ പറ്റുന്നത്. കാരണം പ്രീവിയസ് ഡേ മാർക്കറ്റ് പ്രൊഫൈൽ P ഫോർമേഷൻ ആയിരുന്നു. സോ ദാറ്റ് ബുള്ളിഷാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇനി വർക്ക് ചെയ്യും. ഇവിടെ വന്ന് എപ്പോഴാണോ റീടെസ്റ്റ് മാർക്കറ്റ് വരുന്നത് ആ സമയത്ത് നമ്മൾ എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടിയാലും മതി. താഴത്ത് പോയി ഇന്ന് എൻട്രി എടുക്കേണ്ട ആവശ്യം വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടാവുന്ന സാധ്യത ഇവിടുന്ന് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് മുകളിലേക്ക് 0.87% ആണ്. അപ്പോൾ ഒരു 1:2 ആ ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് നമുക്ക് കിട്ടുമെന്ന് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല. അത് മാർക്കറ്റ് വീണ്ടും അവിടെ വരുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു അലർട്ട് വെച്ച് കൊടുക്കാം. ആ അലർട്ട് ഹിറ്റാകുന്ന സമയത്ത് മാത്രം നമ്മൾ പിന്നെ ഈ ചാർട്ടിലേക്ക് ഇനി നോക്കിയാൽ മതി. അതവിടെ വന്ന് നമ്മുടെ അലർട്ടിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മളത് ഓർഡറായിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കുന്നു. ഓക്കെ, 0.5% എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് താഴത്തുള്ള ഓർഡർ ബ്ലോക്ക് വരെ നമുക്ക് അതിന് മുകളിൽ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇനി ടാർഗറ്റായിട്ട് മിനിമം നമ്മൾ 1:2 വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നമുക്ക് ആ ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് ടാർഗറ്റും വെക്കുന്നു. ഇതിനകത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് വിപ്രോയുടെ ചാർട്ടാണ്. വിപ്രോ ഇന്നലെ P ഫോർമേഷനാണ് തന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ P ഫോർമേഷനാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും താഴത്തെ ഓർഡർ ബ്ലോക്കിനെ ജസ്റ്റ് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ സമയത്ത് എൻട്രി ഒന്നും എടുക്കുന്നില്ല. ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് തിരികെ വന്ന് റീടെസ്റ്റ് ഇവിടെ തരുന്ന സമയത്ത് നമുക്ക് താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കാവുന്നതാണ്. അതല്ല എങ്കിൽ എപ്പോഴാണോ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിതിൽ എൻട്രി എടുക്കാവുന്നതാണ്. സോ ദാറ്റ്
മുകളിലേക്ക് ക്രോസിങ് വരുമ്പോൾ അറിയാനായിട്ട് നമുക്കവിടെ ഒരു അലർട്ട് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ആ അലർട്ട് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മാത്രം താഴത്തേക്ക് പോയിട്ട് ഇവിടെ റീടെസ്റ്റ് വരുവാണെങ്കിൽ എൻട്രി എടുത്തതായിട്ട് നമുക്ക് കണക്കൂട്ടി താഴത്തേക്ക് ഓർഡർ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചാർട്ടിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് NDPCയുടെ ചാർട്ടാണ്. NDPC ഇന്നലെ ഓപ്പൺ ചെയ്ത് തൊട്ടടുത്ത് തന്നെ ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തതിന് അടുത്ത് തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ലൈവായിട്ട് പറഞ്ഞു നല്ലൊരു മൂവ് പ്രീവിയസ് ഡേ ക്ലോസിങ്ങിനുള്ളിൽ തുടങ്ങിയിട്ട് അതിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഏരിയ തന്നെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് ബൈ ഡിഫോൾട്ട് പിന്നീട് വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പോയിന്റിൽ ഇവിടെ നമുക്ക് കാണാം ഇങ്ങോട്ടേക്കൊരു റീടെസ്റ്റ് തരുമ്പോൾ പിന്നെ നമ്മൾ എൻട്രി എടുത്താൽ മതി. അപ്പോൾ റീടെസ്റ്റ് വരുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എൻട്രി എടുക്കണ്ട. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മളൊരു അലർട്ട് വെച്ചു. ഇനി ആ അലർട്ട് ഹിറ്റ് ചെയ്യുന്നവരെ അതിൽ വെയിറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. മുകളിൽ പോയി ഹിറ്റ് ചെയ്താൽ അത് മുകളിലേക്കുള്ള ലെങ്ത്ത് നമ്മളൊന്ന് മെഷർ ചെയ്യണം. മുകളിലേക്ക് വരെ ഒരു 2% അടുത്ത് ചേഞ്ച് ഉണ്ട് എങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2% എബോവ് ഉണ്ട്. അപ്പോൾ മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴത്തേക്ക് അവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങോട്ട് എൻട്രി എടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഒപ്പം ആ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഇൻഡെക്സും കൂടെ ഒന്ന് വാച്ച് ചെയ്തോണം. ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങോട്ടും പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ആ ഒരു ഓർഡർ ബ്ലോക്കിൽ കഴിഞ്ഞ 10 മിനിറ്റ്സിനുള്ളിൽ അത് സപ്പോർട്ട് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് ഇതിന്ന് ബുള്ളിഷ് ആവാനും അതുപോലെ തന്നെ ഇതിനെ ബ്രേക്ക് ചെയ്താൽ ബെയറിഷ് ആവാനുമുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് അതൊരു ഡയറക്ഷനും എടുത്തിട്ടില്ല. സോ ദാറ്റ് നമുക്ക് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് വേണമെങ്കിലും അതിനെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അത് പലതവണ ട്രേഡ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ഒരു ലോജിക്ക് നമ്മളിപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ലോജിക്ക് നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവേഴ്സൽ എൻട്രി അവിടെ എടുക്കാവുന്നതാണ്. നമുക്കറിയാം നമ്മൾ ഇത്രയും ദിവസം ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ചെയ്തപ്പോഴെല്ലാം നമ്മൾ റിവേഴ്സൽ ട്രേഡുകളാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഒരു ദിവസം വിപ്രോയിൽ ഒഴിച്ച് ഇന്നലെ മാത്രമാണ് ട്രെൻഡ് ഫോളോവിങ് ട്രേഡ് നമ്മൾ എടുത്തത്. അതല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകളാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ റീടെസ്റ്റ് തന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. അതേപോലെ ഇവിടെയാണെങ്കിൽ നേരെ ചെന്ന് അവിടെ ഹിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് റിവേഴ്സൽ എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ ആദ്യം ഇട്ട ONGCയിലെ ഓർഡർ എന്തായി എന്നൊന്ന് നോക്കാം. അത് ടാർഗറ്റിൻ്റെ തൊട്ടടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസിപ്ലിൻ്റെ ഭാഗമായി ഇന്ന് ട്രേഡ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ONGCയിൽ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 4-5 ദിവസം ONGCയിൽ ട്രേഡ് എടുത്തു. അതിൽ 2 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ലോസ് വന്നെങ്കിലും ബാക്കി 3 ദിവസം നമുക്ക് അടുപ്പിച്ച് പ്രോഫിറ്റ് ആയിരുന്നു. സോ ONGC ആയിട്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു സിങ്കിലുള്ളതാണ്. ഇവിടെ നിന്ന് എടുത്താൽ അങ്ങോട്ടേക്ക് കിട്ടാനുള്ള സാധ്യതയും നമ്മൾ പറഞ്ഞു 1:2 റിസ്ക് റിവാർഡും അവിടെ ഉണ്ട്. അതായത് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്കതിപ്പോൾ കിട്ടേണ്ടതാണ്. ഓക്കെ, പക്ഷേ ഇത് ഡിസിപ്ലിൻ്റെ ഭാഗമായി നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുകയാണ്. അത് ടാർഗറ്റിലേക്ക് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് ടാർഗറ്റ് ആകുമ്പോൾ നമുക്കറിയാൻ വേണ്ടി നമുക്ക് അവിടെ ഒരു അലർട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നോക്കിയാൽ മതി. ഇനി BPCLലേക്ക് ഒന്ന് പോവാം. BPCLും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റിലേക്ക് അതും ഹിറ്റ് ചെയ്യുകയാണ്. നോക്കാം, 1:2 ഇവിടെയും ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ അവസ്ഥ പ്രോഫിറ്റിൽ കലാശിക്കുമായിരുന്നു. ഇനി പവർ ഗ്രിഡ് ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് തന്നു കഴിഞ്ഞു. അപ്പോൾ 5 എണ്ണത്തിൽ ഒരെണ്ണം ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പവർ ഗ്രിഡിൽ 1:2 ഹിറ്റ് ചെയ്തു. ഓക്കെ, ഇനി വിപ്രോയിൽ നമ്മൾ എൻട്രി എടുക്കേണ്ടതെന്ന് ബെയറിഷ് എൻട്രി എടുക്കണം. അതിവിടെ റീടെസ്റ്റ് വരുമ്പോൾ എടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ആ പോയിൻ്റ് ഒന്ന് അലർട്ട് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇനി എപ്പോഴാണോ അവിടെ അലർട്ട് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടാം. NDPC നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് എൻട്രി എടുക്കേണ്ട പോയിന്റിലേക്ക് 2 സൈഡിലേക്കും അത് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലുമൊക്കെ അലർട്ട് ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് വരാം. ആ കൂട്ടത്തിൽ നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ അടയാളപ്പെടുത്താം എന്നുള്ളത്
നെക്സ്റ്റ് സെഷനായിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകാം. ഓക്കെ, വിപ്രോയിൽ നമുക്കിപ്പോൾ അലർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വിപ്രോയിൽ നമ്മളിട്ട അലർട്ട് അടിച്ചിട്ടുണ്ട്. അതായത് നമ്മളവിടെ ഓർഡർ ഇട്ടിരുന്നു, അത് ഹിറ്റ് ചെയ്തു എന്നതാണ് നമ്മളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ബെയറിഷ് എൻട്രി എടുത്തതായിട്ട് അവിടെ കണക്ക് കൂട്ടുവാണ്. അതും കൂടെ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തുവാണ്. 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, ഇനി താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്കാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത്. താഴത്തെ ഓർഡർ ബ്ലോക്ക് വരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് കുറച്ച് വലിയ ഓർഡർ ബ്ലോക്കാണ്, കുറച്ച് ലെങ്ത് ഉണ്ട്. സോ ദാറ്റ് 1:3 എബോവ് അത് പോകുന്നുണ്ട്. നമുക്കൊരു 1:3 അവിടെ കണക്ക് കൂട്ടാം. ഒപ്പം തന്നെ ഇതിൻ്റെ 1:2 കൂടെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കാം. കാരണം 1:2 കഴിഞ്ഞാൽ ട്രയൽ ചെയ്യുന്നതിൽ തെറ്റില്ല. വിപ്രോയിൽ നമ്മൾ 1:2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 306.35 1:2 വരുന്നത്. അപ്പോൾ വിപ്രോ ഇതാ നമ്മൾ എൻട്രി എടുത്ത പോയിന്റിലേക്ക് തിരിച്ച് വീണ്ടും എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിപ്രോയിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് തെറ്റിയിട്ടുണ്ടോ? ഓർഡർ ബ്ലോക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ഇന്ന് തെറ്റും. അപ്പോൾ നമുക്കതറിയത്തില്ല. നമ്മളിതാണ് ഓർഡർ ബ്ലോക്ക് എന്ന് കരുതി തന്നെയാണ് ആ ഓർഡർ ബ്ലോക്ക് അവിടെ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ONGC നമ്മൾ അടയാളപ്പെടുത്തിയത് ആ എൻട്രി എടുത്ത് കൃത്യമായിട്ട് അവിടെ ONGC ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു 1:2. ദാറ്റ് മീൻസ് 2 ട്രേഡ്. അപ്പോൾ ONGC ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഒപ്പം തന്നെ പവർ ഗ്രിഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ 2 ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 2 × 2 4 പോർഷൻ പ്രോഫിറ്റ് നമുക്ക് കിട്ടി. 5 ട്രേഡിൽ ഇനി ബാക്കിയുള്ള 3 സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 3 പോർഷൻ വെച്ചിട്ടേ നമുക്ക് ലോസ് വരത്തുള്ളൂ. സോ നെറ്റ് 1 പോർഷൻ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കുന്നുണ്ടാകും. അതാണ് 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി നമ്മൾ വിൻ ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് BPCL ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്താൽ നമ്മുടെ വിൻ റേഷ്യോ വീണ്ടും കൂടുവാണ്. അപ്പോൾ ഇത് ടാർഗറ്റിന് തൊട്ടടുത്ത് വരെ വന്നതാണ്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കസിനോ ആണെങ്കിലും വിൻ ചെയ്യാനായിട്ട് മാത്തമാറ്റിക്കലിയാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യേണ്ടത്. 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി. അതായത് 2 ട്രേഡ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ONGCയും പവർ ഗ്രിഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇന്നത്തെ ഈ 5 ട്രേഡ് എടുത്തപ്പോൾ നെറ്റ് നമ്മൾ പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ള 3 ഇനി അങ്ങ് ലോസ് അടിച്ചാലും ഈ 40% വിൻ റേഷ്യോ കൊണ്ട് നമ്മൾ ബൈ ഡിഫോൾട്ട് വിൻ ആയി കഴിഞ്ഞു. ഓക്കെ, സോ ദാറ്റ് ഇനിയിപ്പോൾ ഇതും കൂടെ നമുക്ക് ടാർഗറ്റ് അടിച്ചാൽ നമ്മളുടെ വിൻ റേഷ്യോ വീണ്ടും കൂടുവാണ്. സോ 40 മുകളിലേക്ക് എത്ര പോകുന്നോ അത്ര മാത്രം നമ്മൾ പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടേയിരിക്കും. വിപ്രോയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇപ്പോൾ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ വിപ്രോയിൽ നഷ്ടം സംഭവിച്ചു. ഇപ്പോൾ 5 എടുത്തതിൽ 1 ലോസേ സംഭവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിലവിൽ പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിൽ ഇതിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുമില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇപ്പോൾ സമയം 10:26 ആയിട്ടുണ്ട്. NDPC നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളുടെ എൻട്രി പോയിന്റിലേക്ക് വന്നിട്ടില്ല. സോ ദാറ്റ് അതിനകത്ത് നമ്മൾ ഇന്നിനി എൻട്രി എടുത്തതായിട്ട് കണക്ക് കൂട്ടുന്നില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓർഡർ ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ONGC 1:2 നമ്മൾ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന ഈ ഒരു ബ്ലൂ ലൈനാണ്. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി 1:4 എബോവ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ട്രയൽ ചെയ്താൽ പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ തന്നെ 1:4 അത് ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അവിടെ 1:4 നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൂടാതെ BPCLലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. ഇപ്പോഴും ടാർഗറ്റ് ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഒരെണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1:5 പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. 1:2 വരുന്ന ഈ ഏരിയയിലാണ്. അപ്പോൾ 1:2 മുകളിൽ ക്ലോസിങ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ട്രയൽ ചെയ്യുവാണെങ്കിൽ അതിനകത്തും നമുക്ക് 1:5 അബോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി വിപ്രോ ഒരെണ്ണത്തിൽ മാത്രമാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തേക്കുന്നത്.
അത് നമുക്ക് തോന്നുന്നു ഇവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തത്. പക്ഷേ ആക്ച്വൽ ഓർഡർ ബ്ലോക്ക് ദാ ഈ ഒരു റെഡ് ക്യാൻഡലിന് മുകളിലേക്കുള്ള മൂവിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഏരിയ ഉണ്ടായിരുന്നു. അതായിരുന്നെങ്കിൽ ഇത് കൃത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏരിയകൾ വരാം, തെറ്റുകൾ സംഭവിക്കാം, കുഴപ്പമില്ല. എന്നാലും പണ്ടുണ്ടായിരുന്ന പോലെ നമുക്ക് അടപടലം തെറ്റുകൾ വരാതിരുന്നാൽ മാത്രം മതി. സോ ദാറ്റ് ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് കുറച്ച് ചാർട്ടുകളിൽ ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ കണ്ടെത്താം, ലൈവായിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഡേയിലെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയിട്ട് നെക്സ്റ്റ് ഡേ എങ്ങനെ ട്രേഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഒരു 5 ചാർട്ടുകളിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഹയസ്റ്റ് മൂവ് കൊടുത്തേക്കുന്ന UPയിലാണ്. അതിൻ്റെ പ്രീവിയസ് ഡേയിലെ ഓർഡർ ബ്ലോക്ക് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവിടെ നിന്നൊരു വലിയ മൂവ് മുകളിലേക്ക് വന്നു, തിരിച്ചു വന്ന് റീടെസ്റ്റ് വന്നു, അതിനുശേഷം അതുപോലെ തന്നെ വലിയൊരു മൂവ് മുകളിലേക്ക് വീണ്ടും കൊടുത്തു. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ഹിറ്റ് ചെയ്ത സമയത്തെല്ലാം ആദ്യഘട്ടങ്ങളിൽ അത് റിജക്ഷൻ കൊടുത്തിരുന്നു. ഇവിടെ നമുക്ക് കാണാം, ഫസ്റ്റ് ഇവിടെ ഹിറ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു, വീണ്ടും ഹിറ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു, വീണ്ടും ഹിറ്റ് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക് കൊടുത്തേക്കുന്നത്. സോ ഇതൊരു നല്ല ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രീവിയസ് ഡേ ഹൈ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തി. അതിനുശേഷം നമുക്ക് ഒരു ഓർഡർ ബ്ലോക്കും കൂടെ താഴത്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഞാനിനി പറയാം. ഇവിടെ താഴത്തെ ഒരു ഓർഡർ ബ്ലോക്കും കൂടെ നമ്മൾ കണ്ടെത്തി വെക്കുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്, ഇന്ന് എവിടെയാണോ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഈ ഒരു ഹൈ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് 2 ഓർഡർ ബ്ലോക്ക്, മുകളിലേക്ക് 2 ഓർഡർ ബ്ലോക്ക്, ഇത്ര ഉണ്ടെങ്കിൽ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ ഇതുവരെയുള്ള അനുഭവം. സോ ദാറ്റ് താഴത്തേക്ക് ഒരു ഓർഡർ ബ്ലോക്കും കൂടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ക്ലോസിംഗ് ആണ്, അതിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയേക്കുന്നത്. സോ ദാറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡലിന് ശേഷം വലിയ മൂവാണ് മുകളിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡലിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാവുന്നതാണ്. അത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓർഡർ ബ്ലോക്ക് അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ വരച്ചു. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ചേഞ്ച് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഉള്ള ദൂരം 1.3% ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനിടയ്ക്ക് നമുക്കൊരു 1:2 എബോ കിട്ടും. സോ ദാറ്റ് അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഇനി അടുത്ത ഒരു 2 ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനിന് മുകളിലായിട്ട് ഈ ഒരു ഡേറ്റിലാണ് ഈ പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അതായത് 24 ജനുവരിയിൽ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 24 ജനുവരിയിലേക്ക് നമുക്കൊന്ന് സൂമിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ സൂമിൻ ചെയ്തിട്ട് അവിടെ നമുക്കിനി ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓർഡർ ബ്ലോക്ക് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിനി നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 23-ാം തീയതിയും 24-ാം തീയതിയും ഇവിടെ ഹൈ വെച്ചതിന് ശേഷം ഈ ഒരു റെഡ് ക്യാൻഡിൽ, ആ റെഡ് ക്യാൻഡിലിന് ശേഷം നല്ലൊരു മൂവാണ് താഴത്തേക്ക് കൊടുത്തേക്കുന്നത്. സെയിം പ്രീവിയസ് ഡേ നോക്കിക്കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ നോക്കിക്കഴിഞ്ഞാലും അവിടെ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നല്ലൊരു മൂവ് താഴത്തേക്ക് പ്രീവിയസ് സ്ട്രക്ചറും ബ്രേക്ക് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. റീടെസ്റ്റ് വന്നപ്പോഴും നമുക്കറിയാം ഇതേ ക്യാൻഡലിൻ്റെ ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് റീടെസ്റ്റ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു ഏരിയ നല്ലൊരു ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് അവിടെ നമുക്ക് അത് മാർക്ക് ചെയ്യാം. അപ്പോൾ മുകളിലേക്ക് ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു. ഇനി ഒരു ഓർഡർ ബ്ലോക്കും കൂടെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതും ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ പോയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതിന് മുകളിലൊരു ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് വരാനായിട്ട് ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഇവിടെ നമുക്ക് 11-ാം തീയതി ഡിസംബറിലെ ക്യാൻഡിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊരു വര പോലെ മാത്രമേ ഉള്ളൂ ആ ക്യാൻഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് വലിയ മൂവ്, വലിയൊരു റേഞ്ച് കവർ ചെയ്തിട്ടുള്ള ക്യാൻഡിലാണ്. സോ ദാറ്റ് നമുക്ക് 11-ാം തീയതിയിലേക്ക് പോയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് 11-ാം തീയതി ഡിസംബറിലെ ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയ ഹയസ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇന്ന് മുകളിലേക്ക് 1.19% ചേഞ്ചാണ് അത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയിട്ട് നമുക്കത് അത്രയ്ക്കൊരു സുഖകരമായ കാര്യമായിട്ട് തോന്നുന്നില്ല. സോ ദാറ്റ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പുറകിലേക്ക് പോകുവാണ്. അവിടെ മറ്റെന്തെങ്കിലും മികച്ച ഓർഡർ ബ്ലോക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ നാരോ മാർക്കറ്റാണ്.
സോ ദാറ്റ് നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതൊരു നല്ല ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു സാധ്യത നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ ക്യാൻഡിൽ ഇത് കണ്ടല്ലോ, പ്രീവിയസ് ഡേയുടെ ക്ലോസിംഗ് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോന്നിട്ട് പിന്നെ നല്ലൊരു ഫോൾ അത് കൊടുത്തിട്ടുണ്ട്. 1.2% ചേഞ്ചും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഏരിയ അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കുറച്ചും കൂടെ മേളിൽ ഇവിടെയാണെങ്കിലും അത് മോശമല്ല. കാരണം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് വീണ്ടും വന്നത് റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അത് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയിട്ട് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റഡ്, അതായത് ലാസ്റ്റ് ഡേയുടെ ഹൈ ആണ് നമ്മൾ ഈ ഡോട്ടഡ് ലൈൻസ് ഇവിടെ അടയാളപ്പെടുത്തി. അതിന് മുകളിലേക്ക് 2 ഓർഡർ ബ്ലോക്കും അതിന് താഴത്തേക്ക് ആ ദിവസത്തിൻ്റെ താഴത്തേക്ക് ലോയുടെ താഴത്തേക്ക് നമ്മൾ 1-2 ഓർഡർ ബ്ലോക്കും കണ്ടെത്തി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ക്ലോസിംഗ് പോയിന്റിൽ നിന്ന് ഹൈയും ലോയും 2 ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം ഇരിക്കുവാണ്, ജനുവരി 30. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അതിന് ശേഷം ഈ ഒരു റെഡ് ക്യാൻഡിൽ നമ്മുടെ ഓർഡർ ബ്ലോക്കിനെ റീടെസ്റ്റ് ചെയ്യുവാണ്. അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇവിടെ നമ്മൾ ഓർഡർ ഇട്ടിരുന്നെങ്കിൽ കിട്ടില്ല. പക്ഷേ അങ്ങനത്തെ കേസിൽ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. എന്നിരുന്നാലും ഇവിടെ നമുക്ക് കാണാം ട്രേഡിംഗ് ഓൾവേസ് റിസ്ക് ആണല്ലോ. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിൽ നമ്മൾ മാർക്കറ്റ് ഓർഡറായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 0.5% ഈ പറയുന്ന ഓർഡർ ബ്ലോക്കിനുള്ളിലേക്ക് നമ്മൾ വെക്കുക. അതിന് ശേഷം ടാർഗറ്റായിട്ട് മുകളിലേക്ക് 1.5% അത് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതും കവർ ചെയ്ത് നല്ലൊരു മൂവ് വീണ്ടും നടത്തിയിട്ടുണ്ട്. അവിടെ വരെ, അതായത് ഇന്നത്തെ ഡേ ഹൈ വരെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന പോയിന്റിൽ നിന്ന് പോയേക്കുന്നത് 2%. ദാറ്റ് മീൻസ് 1:5 ഇത് ഓൾറെഡി കവർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു എൻട്രി നമ്മൾ എടുക്കുവാണെങ്കിൽ. ഒപ്പം ഇവിടെ വരെ ആണെങ്കിൽ പോലും 1:3 നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ആണെങ്കിൽ പോലും കിട്ടും. സോ മികച്ചൊരു ട്രേഡ് നമുക്ക് അവിടെ കിട്ടുമായിരുന്നു. രണ്ടാമത്, ഇതിൻ്റെ മുകളിലേക്ക് മറ്റൊരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. 2 ഓർഡർ ബ്ലോക്കുകളെ കണ്ടെത്തിയിട്ടുള്ളൂ. അത് മതി സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് 2-3 ചാർട്ടുകളും കൂടെ ഒന്ന് പരിശോധിക്കാം. നമ്മളിപ്പോൾ ലാസ്റ്റ് പരിശോധിച്ചത് ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവാണ് പരിശോധിച്ചത്. ഇനി ഏറ്റവും കൂടുതൽ ബെയറിഷ് ആയിട്ട് പോയത് ഇന്ന് ടാറ്റ മോട്ടേഴ്സ് ആണ്. ടാറ്റ മോട്ടേഴ്സിൽ ഇത് തന്നെ ചെയ്താൽ എന്ത് സംഭവിക്കുന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ടാറ്റ മോട്ടേഴ്സ് വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ടാണ് അത് മൂവ് ചെയ്തേക്കുന്നത്. ഇനി ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ടോട്ടൽ മൂവ് വരുന്നത് ലോ ടു ഹൈ അളന്നു കഴിഞ്ഞാൽ 3.8%. അപ്പോൾ ഇത് വളരെ ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനിതൊന്ന് ആദ്യം അടയാളപ്പെടുത്തിയതിന് ശേഷം അതിനെപ്പറ്റി നിങ്ങളോട് വിശദീകരിക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 28ഉം 27ലാണ് ഈ ഒരു റേഞ്ചിൽ, ഇന്ന് ഓപ്പൺ ചെയ്തേക്കുന്ന ഒരു റേഞ്ചിൽ പ്രൈസ് ഉണ്ടായിരുന്നത്. സോ ദാറ്റ് അവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാഴ്ച എന്നൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് പഠിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അതിന് ശേഷം ഇത് വളരെ മികച്ച രീതിയിലുള്ളൊരു റിസ്ക് റിവാർഡ് നമുക്ക് തരുന്നതായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ കാണുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 27-ാം തീയതി ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് മൂവ് തന്നു. നെക്സ്റ്റ് ഡേ ഇവിടെ വന്ന് വീണ്ടും ഹിറ്റ് ചെയ്തിട്ട് തിരികെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് ഇത് ഈ ഒരു ക്യാൻഡലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് എങ്ങനെ വർക്ക് ചെയ്യും നമുക്കൊന്ന് നോക്കാം. ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ അടയാളപ്പെടുത്തി വെക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് ബെയറിഷ് മൂവാണ് നടത്തിയേക്കുന്നത്. എവിടെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പ്രൈസിൻ്റെ താഴത്ത് നമുക്ക് ഒരു പ്രൈസ് പോയിൻ്റ് കണ്ടെത്താൻ പറ്റുമോ എന്നൊരു ശ്രമവും കൂടെ നടത്താം. അതൊന്ന് നോക്കിയിട്ട് ഇപ്പോൾ വരാം. ആ ഒരു ഏരിയ കണ്ടെത്താനായിട്ട് നമുക്ക് കുറച്ചധികം പുറകോട്ട് പോകേണ്ടതുണ്ട്. 2023 ഡിസംബർ വരെ നമ്മൾ പോയാലേ ആ ഏരിയ നമുക്ക് കണ്ടെത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേ ക്യാൻഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ടാണ് ഇത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 2023 ഡിസംബർ 21-ാം തീയതി ആ ഒരു ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി 5 മിനിറ്റിൽ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ 2023 ഡിസംബർ 21. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകാനായിട്ട് ഗോ ടു റേഞ്ച് വരുന്നത് 2023 ഡിസംബർ
21-ാം തീയതി, അതൊരു വ്യാഴാഴ്ചയാണ്. ഇന്നത്തേതുപോലെ തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൈസിൽ എവിടെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ പറ്റുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ക്യാൻഡലിന് ശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക്, അതിന് ശേഷം താഴത്തേക്ക് മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ റെഡ് ക്യാൻഡലിന് ശേഷം അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല. നല്ല മൂവാണ് കൊടുത്തേക്കുന്നത്. റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അതിങ്ങോട്ടാണെങ്കിലും ഇവിടെ പോയിട്ട് നമുക്ക് ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഓർഡർ ബ്ലോക്കുകൾ കാണുന്നില്ല. മറിച്ച് ഈ റെഡ് ക്യാൻഡിലിൽ നിന്ന് മൂവ് ചെയ്തേക്കുന്ന ആ ഒരു മൂവ് നമുക്ക് നല്ലൊരു മൂവായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് നമ്മൾ ഈ റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ടു ലോ ആണ് ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്യാൻഡിൽ, അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മറ്റേ ഓർഡർ ബ്ലോക്കിലേക്ക് നമുക്ക് 1% ചേഞ്ചും ഉണ്ട്. അപ്പോൾ 1:2 നമുക്ക് കിട്ടാനുള്ളത് അവിടെ കിട്ടുകയും ചെയ്യും. ഇനി അതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഏരിയ തൊട്ടടുത്ത് നമുക്ക് കാണാനായിട്ടിപ്പോൾ നിലവിൽ ഇല്ല. എന്നിരുന്നാലും ഒരെണ്ണം കൂടെ നമുക്ക് താഴത്തേക്ക് കണ്ടെത്താം. അപ്പോൾ ഈ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഏരിയ വരുന്നത് എവിടെയാണിനി? അത് കുറച്ചധികം താഴത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചെറിയ മൂവേ ഉള്ളൂ. സോ അത് നമ്മൾ തൽക്കാലം ഇവിടെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് ഒരു 1% എങ്കിലും ചേഞ്ച് നമുക്ക് മിനിമം ഉള്ളിടത്തുനിന്ന് നോക്കിയാൽ മതി. അതിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ 1% എബോ ചേഞ്ച് ഉണ്ട്. സോ ദാറ്റ് ഈ ഒരു ഏരിയ പ്ലസ് അതൊരു ഓർഡർ ബ്ലോക്ക് ആകുകയും വേണം. ഏതാണ്ട് പറയാവുന്ന ഒരു ഏരിയ എന്ന് കരുതാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് കൃത്യമാകണം, ഇല്ല ഷാർപ്പാകണം, പെർഫെക്റ്റ് ആകണം എന്നൊരു നിർബന്ധമൊന്നും നമുക്കില്ല. ഏകദേശം ഒരു ധാരണയിൽ നമ്മളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് പോകണം. ഇന്നത്തെ ദിവസത്തേക്ക് വരുമ്പോൾ നമുക്കിത് ഫസ്റ്റ് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ എവിടെ നിന്ന് എടുക്കും? ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് താഴത്തേക്ക് പോയേക്കുവാണ്. അതിനുശേഷം ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് എൻട്രി എടുക്കാൻ പറ്റുക. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്കിപ്പോൾ മനസ്സിലാകും, നമ്മൾ കണ്ടെത്തിയതെല്ലാം തെറ്റിപ്പോയി എന്നൊരു സാധ്യതയും അവിടെ ഒരു പക്ഷേ നമുക്ക് തോന്നാനിട വരും. കാരണം ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ മൗസ് കുറച്ച് ഗഡുബിട് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ 0.5% താഴത്തേക്ക് ക്ലിയർലി സ്റ്റോപ്പ് ലോസ് അടിക്കും. അതിന് ശേഷം മാത്രമേ മുകളിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ എനിവേ വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് എൻട്രി എടുത്താലും നമുക്ക് ലോസ് കിട്ടാവുന്ന ഒരു കാഴ്ചയും കൂടിയാണ് ഇവിടെ ഉള്ളത്. അതർവൈസ് പിന്നെ നമുക്ക് എടുക്കാവുന്നത് ഇവിടെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് തരുമ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു എൻട്രി എടുക്കുന്ന മെത്തേഡ് നമ്മൾ പറയാറുണ്ട്. അതിവിടെ പെർഫെക്റ്റ് ആണ്. അതർവൈസ് അതായിരിക്കും നമുക്ക് ആദ്യം കിട്ടാൻ പോകുന്ന എൻട്രി. ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വരുന്ന 0.5% അത് ഹിറ്റ് ചെയ്യാതെ തന്നെ നമുക്കിവിടെ താഴത്തേക്ക് 1:3 അവിടെ കൊടുക്കുന്നുണ്ട്. സോ അതിനകത്ത് എൻട്രി കിട്ടും കേട്ടോ. പക്ഷേ തെറ്റ് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഓർഡർ ബ്ലോക്കുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ ഒരു 5ഓളം എണ്ണത്തിൽ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു 4 എണ്ണത്തിൽ നമുക്ക് എൻട്രി കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടു. ആ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എവിടെ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് എത്രയൊക്കെ കിട്ടും എന്നുള്ളതും നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടു. ഒപ്പം തന്നെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ മനോബലം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം ട്രേഡ് എടുക്കാതിരിക്കുക. അതായത് ഇന്നലെ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയതാണ്, എന്നിട്ട് പോലും ഇന്നൊരു ദിവസം വേണ്ട, ട്രേഡ് എടുക്കുന്നില്ല, മാർക്കറ്റിനെ നോക്കിയിരിക്കുക. അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തോന്നും ഒരു ട്രേഡ് അങ്ങ് എടുത്താലോ, പ്രോഫിറ്റ് ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അത് ലാഭം കൂടുതൽ കിട്ടിയാലും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര സന്തോഷമൊന്നുമില്ല. അതേപോലെ ലോസ് അടിച്ചു, എല്ലാ ദിവസവും അടിക്കുന്ന ഒരേ സ്റ്റോപ്പ് ലോസ് തന്നെ, പക്ഷേ ആ ലോസ് അടിച്ചാൽ നമുക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ അവിടെ കൊണ്ട് നിർത്തിപ്പോരുന്നു. ആ ഒരു രീതിയിൽ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കുന്നത് ട്രേഡിങ്ങിൽ വിജയിക്കുന്നതിന് നമുക്ക് 80% അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മാനസികമായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്കും കൂടെ നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ 2 സ്റ്റോക്കുകളിൽ 1:4 എബോ നമുക്ക് കിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു.
വിപ്രോ ഒരെണ്ണത്തിനകത്താണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചത്. സെയിം ടൈം ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രിയും കിട്ടിയിട്ടില്ല. ഇതുവരെ റീടെസ്റ്റ് അവിടെ വന്നിട്ടുമില്ല. സോ 5 എണ്ണം ഉണ്ടായിരുന്നതിൽ 2 എണ്ണം പ്രോഫിറ്റ് അടിച്ചു. അത് നല്ല പ്രോഫിറ്റ് തരുമായിരുന്നു. ഒരെണ്ണം ഇപ്പോഴും പ്രോഫിറ്റ് അടിക്കാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരെണ്ണം ഇപ്പോഴും എൻട്രി തരാതെ നിൽക്കുന്നുണ്ട്. ഒരെണ്ണത്തിലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നിട്ടുള്ളൂ. സോ റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രേഡുകളാണ് നമ്മളിപ്പോൾ കണ്ട 5 എണ്ണത്തിൽ ട്രൈ ചെയ്തതിൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഇതെല്ലാം കേട്ടിട്ടും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാതെ ഉണ്ടാവാം. അതർവൈസ് ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആളൊന്നുമല്ല. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തതെന്ന് കമൻറ്റിൽ ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതുവരെ പല സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു. ഇത്രയും ഒരു വിൻ റേഷ്യോ നമുക്ക് മറ്റൊരു സ്ട്രാറ്റജിയും ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി തന്നതുപോലൊരു വിൻ റേഷ്യോ തന്നിട്ടില്ല. സോ ദാറ്റ് ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവർക്കും മറ്റൊരാൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എളുപ്പമാകണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ ഒരെണ്ണം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നന്നായി അത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങളുടെ കയ്യിലുള്ള തുക ഇറക്കി റിയൽ ട്രേഡുകൾ എടുക്കുക. പഠിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഒരു ക്വാണ്ടിറ്റി വെച്ച് റിയൽ ട്രേഡുകൾ എടുത്താലും നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് 40% എബോവ് വിൻ റേഷ്യോ 1:2 റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്ഥിരം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രം റിയൽ ട്രേഡിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.